ഗുഡ് ഈവനിങ് എവ്രി വൺ. 2 ദിവസം ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലായിപ്പോയി. ഓ തിരക്കാവട്ടെ, തിരക്കാവട്ടെ. തിരക്കാവണം, തിരക്കായാലല്ലേ മനുഷ്യന്മാർക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ല, തിരക്കായാൽ സമാധാനം ഉണ്ടാവില്ല, തിരക്കായാൽ സമാധാനം പോവുകയാണ് ചെയ്യുക. പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ്. വെറുതെ ഇരിക്കുമ്പോ എനിക്ക് വേണ്ടാത്ത അല്ല, വെറുതെ ഇരിക്കുക, തിരക്കാവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിരക്കില്ലാതിരിക്കുക എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്നതല്ല, അത് രണ്ടാണ്. ഞാൻ കുറച്ച് എന്താ പറയാ 2 ദിവസമായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു സാർ. എന്താ ചോദിച്ചു കഴിഞ്ഞാ ഇതല്ലേ വരുന്നത്, ഈ എന്താ പറയാ നവരാത്രി വരുമല്ലേ, അപ്പൊ അതിൻ്റെതായ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ സാറിനെ കാണുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക്. കാരണം ഇപ്പൊ ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന്റെ പാദങ്ങൾ തൊട്ട് വന്നിക്കുക, നേരം പോലെ തിന്നിക്കുമ്പോ ഇപ്പൊ അത് ആദ്യം സാറിനെ താങ്ക്സ് പറയുന്നത്. അപ്പൊ പ്രകൃതിക്ക് മുഴുവൻ താങ്ക്സ്. അജിത രാവിലെ എണ്ണിക്കുമ്പോഴേ പറയാം, അജിത ഗുഡ് മോർണിംഗ്, ഇന്ന് നമുക്ക് രണ്ടാൾക്ക് എണ്ണീറ്റിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ പെട്ടെന്ന് പറയും, ഒരാൾ നമുക്കൊരു എനർജി തന്ന ആളുണ്ട്, അപ്പൊ എന്ത് ചെയ്യുന്നറിയാം, പുറത്തേക്ക് ഇറങ്ങി വന്ന് തൊഴും, എന്നിട്ട് പ്രകൃതിയോട് തന്നെ പറയും ഗുരുവന്ദനം. അപ്പൊ സാറിന്റെ പേരും പറയും, ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം സാറിന്റെ പേര് പറയും. അത് അവിടെ നോക്കി പറഞ്ഞാൽ മതി. അല്ല, അവിടെ നോക്കി ദിനേശ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നു സൂര്യൻ, യഥാർത്ഥ സൂര്യൻ അവിടെ ഇരിക്കുന്നത്, അതിനാണ് പൂർണ്ണ വന്ദനം. അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്, പുറത്തിറങ്ങി നോക്കി നിന്നിട്ടാണ് പറയുന്നതെന്ന് ക്ലിയർലി പറഞ്ഞിരുന്നു. അവനാണ് ദിനേശ്. ദിനേശൻ പകൽ പോലെ മുന്നിൽ നിൽക്കുമ്പോ ദിനരാത്രങ്ങൾ എത്ര പോയിരുന്നാലും ദീനമായി രോദനം കേട്ടിടും കാതിലെങ്കിലും ദിനങ്ങൾക്ക് ആവോളം തത്തിക്കളിക്കുവാൻ പിന്നെയും പാദങ്ങൾ ഒത്തുചേർക്കുവാൻ 1000 ജന്മങ്ങളിൽ പിന്നെയും പിടിച്ചു നിൽക്കുവാൻ ഗുരുവന്ദനം നമസ്കാരം ഗുരോ നിത്യ പുരാണേ പിതികാസനം എന്നൊന്ന് പറഞ്ഞു കഴിയുമ്പോ തന്നെ ദിനേശ് മുങ്കത്തെന്ന് പറയുന്ന വ്യക്തി ശരിക്കും സൂര്യ തേജസ്സോടു കൂടി മുമ്പിൽ അങ്ങനെ തെളിഞ്ഞു വരികയാണ്. എല്ലാം വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭ എന്ന് പറയുന്ന സ്ഥാനം തന്നെ ഇപ്പം ഞാൻ പറയാറുണ്ട്. ഗുരുവന്ദനത്തോടുകൂടി കോടി സൂര്യ സമപ്രഭയോടുകൂടി ദിനേശൻ ഉദിക്കുമ്പം ദിനകരൻ എത്ര ദൂരത്തായിരുന്നാലും അരികിൽ നീ ചാരത്ത് നിന്ന് തലോടുന്ന പോലെ ഒരിളംകാറ്റ് വന്ന് തഴുകി തലോടുമ്പോൾ ഇളം തെന്നലായി വന്നു ഗുരുവിന്റെ പാദങ്ങളിൽ തൃക്കൺ പാർത്തു നിൽക്കുന്ന ഈ ഒരു ജന്മത്തിനെ ഒത്തിണങ്ങിയിടുവാൻ, ഒത്തു കൈകൾ ചേർക്കുവാൻ സാറിനെ കിട്ടിയതിന്റെ ഉള്ള പുണ്യം ബാക്കി ഞാൻ പറയുന്നില്ല, ഒരുപാടുണ്ട്. അത് നമുക്ക് നേരിട്ട് കാണുമ്പോ പറഞ്ഞേക്കാം. അപ്പൊ സന്തോഷമുണ്ട്. തീർച്ചയായും നമുക്ക് തീയതി വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെയും കടയിലേക്ക് ആളെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് യാത്ര ചെയ്യണ്ടേ. ഇവിടുത്തെ നിയമവും അറിയാമല്ലോ, അതൊരു പ്രശ്നമാണ്. അപ്പൊ ശരി, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് we are starting now with all the blessing from every side, every sides. എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ ബ്ലെസ്സിങ്ങുമായി ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കണം. ആദ്യം തന്നെ നമുക്കിന്ന് ഇത് ക്ലാസ്സിന് എത്ര പെട്ടെന്ന് തീർത്തിട്ട് നമുക്കൊരു ചെറിയ മെഡിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് ക്ലാസ്സിൽ കുറച്ച് ഫാസ്റ്റിൽ വേഗത്തിൽ പോകും. ആദ്യം തന്നെ ഒരു 5 ക്വസ്റ്റ്യൻ ഉത്തരം ചോദിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തിയിട്ട് നമുക്ക് പോകാം. നിങ്ങൾ എല്ലാവരും പെന്നും പേപ്പറും എടുക്കുക. ഞാൻ 5 ചോദ്യങ്ങൾ പറയും. ഇതിന്റെ ഉത്തരം ABCD എന്ന് മാത്രമേ എഴുതാണ്ടൂ. A എന്താണ്, B എന്താണ്, C എന്താണെന്ന് ഞാൻ അതിന്റെ കൂടെ, D എന്താണെന്ന് അതിന്റെ കൂടെ വായിക്കും. അപ്പോൾ നിങ്ങൾ ABCD എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. എന്നിട്ട് ടോട്ടൽ നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് എഴുതിക്കോ. A എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് ആണ്, B എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് ആണ്, C എന്ന് പറഞ്ഞാൽ 1 പോയിന്റ് ആണ്, D എന്ന് പറഞ്ഞാൽ 0 പോയിന്റ് ആണ്. അങ്ങനെ പോയിന്റ് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഇതൊന്ന് ജസ്റ്റ് എല്ലാവരും തയ്യാറാകും. എല്ലാവരും പെന്നും പേപ്പറും എടുത്ത് റെഡി ആയല്ലോ എഴുതി വെക്കാൻ. ഇത് വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ സ്പിരിച്വാലിറ്റിയെ അളക്കുന്ന ഒരു ടെസ്റ്റാണ്. 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പോയിന്റ്സ് ഒന്നുകൂടി പറയണം. പോയിന്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ എഴുതേണ്ടത് ABCD എന്നാണ് ഉത്തരം എഴുതേണ്ടത്. A എന്ന് പറഞ്ഞാൽ 3 പോയിന്റ്, B എന്ന് പറഞ്ഞാൽ 2 പോയിന്റ്,
സി എന്ന് പറഞ്ഞാൽ 1 പോയിന്റ്, ഡി എന്ന് പറഞ്ഞാൽ 0 പോയിന്റ്. അപ്പോൾ ഇതിൽ എത്ര പോയിന്റ് കിട്ടുന്നു എന്നാണ് കണക്ക് കേട്ടോ. റെഡി? നമ്മൾ മറന്നുപോയല്ലേ, ഒരു കാര്യം മറന്നുപോയല്ലേ? ആദ്യം 2 കാര്യങ്ങൾ പറയാൻ നമ്മൾ മറന്നുപോയി ക്ലാസ് തുടങ്ങുമ്പോൾ അല്ലേ? യെസ്, അപ്പൊ അത് തുടങ്ങിയിട്ട് തന്നെ ബാക്കിയാവും. എവരിബഡി റെഡി ഫോർ ഇറ്റ്? ക്ലാസ് എഴുതാനുള്ള സാധനം റെഡി 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 റെഡി. ഐ എം ഹാപ്പി അല്ലെ? യെസ്, രണ്ടും ഉണ്ട് ഒന്നിച്ച്. എല്ലാവരും പോരട്ടെ. 203 എന്ന് പറയുന്ന മാജിക്കൽ സംഖ്യ കൂടി നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നു. അപ്പോൾ 203 ആൾക്കാർ ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്നു. എനിക്കൊരു ഡൗട്ട്, നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിന് നമ്മുടെ എത്ര പേര് പങ്കെടുക്കുന്നുള്ള സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കാനായിട്ട് അഡ്മിൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട് തന്നെ. ഒരു കാര്യം ഞാൻ ഇന്നു മുതൽ തീരുമാനിച്ചു, നിങ്ങളോട് ക്യാമറ ഓൺ ചെയ്യാനായിട്ട് ഞാൻ പറയില്ല. കാരണം ചിലവർക്ക് ക്യാമറ ഓൺ ചെയ്തിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം അവർക്കുള്ളത് കൊണ്ട് നമ്മളിത് പറയുമ്പോൾ സാറങ്ങനെ പറയുന്നു, പക്ഷെ ഓൺ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം വരണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിന്നാൽ മതി, ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ് അല്ലേ? അപ്പോൾ ഹാപ്പി അല്ല അബ്ദുൽ കരീം സാർ? സൂപ്പർ ഹാപ്പിയാണ് നമ്മൾ. യെസ്, താങ്ക് യു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എടുത്തോളൂ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? 22 സനീഷ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ പ്രതിദിനം ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്യാറുണ്ടോ? നിങ്ങൾ പ്രതിദിനം ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്യാറുണ്ടോ? ഉത്തരം ഇങ്ങനെയാണ് വരുന്നത്. ഉത്തരം വരുന്നത് ഒന്നുകിൽ എല്ലാ ദിവസവും, ആഴ്ചയിൽ ചില ദിവസങ്ങൾ, വളരെ കുറച്ച് സമയം, ഒരിക്കലും ഇല്ല. 3. എ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും, ബി എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ചില ദിവസങ്ങൾ, സി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയങ്ങൾ, ഡി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഉത്തരം എഴുതുക. എ, ബി, സി, ഡി എന്ന് എഴുതുക. ഏതാണ് ഉത്തരം? രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിൽ ഭയവും ആശങ്കയും അനുഭവപ്പെടാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആന്തരിക സമാധാനം ഉണ്ടോ? ആൻസർ ഇവിടെ എഴുതിയിടണ്ട, നിങ്ങൾ ബുക്കിലാണ് എഴുതേണ്ടത്. ഇവിടെ എഴുതിയിട്ടാൽ നിങ്ങൾക്ക് കൗണ്ട് കിട്ടില്ല. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിൽ ഭയവും ആശങ്കയും അനുഭവപ്പെടാറുണ്ടോ? അല്ലെങ്കിൽ ആന്തരിക സമാധാനം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഉത്തരം എഴുതേണ്ടത് എപ്പോഴും സമാധാനമുണ്ട് ആണെങ്കിൽ എ, ചിലപ്പോൾ മാത്രമാണുള്ളത് എങ്കിൽ ബി, പലപ്പോഴും ഭയം തോന്നാറുണ്ട് എങ്കിൽ സി, എപ്പോഴും ആശങ്കയാണ് എങ്കിൽ ഡി. എപ്പോഴും ആശങ്കയാണെങ്കിൽ ഡി, ചിലപ്പോഴൊക്കെയാണ് ആശങ്ക ഉണ്ടാവുന്നതെങ്കിൽ ഭയം, പലപ്പോഴും ഉണ്ടാവുന്നെങ്കിൽ ഭയം, പലപ്പോഴും ഭയം ഉണ്ടാവാറുണ്ടെങ്കിൽ ഡി, സി, ചിലപ്പോൾ ആശങ്ക എന്നത് ബി, എപ്പോഴും സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ എ. ആൻസർ ഒന്നുകൂടി ഞാൻ എഴുതിയിടാം. മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടേതായ അഹം അല്ലെങ്കിൽ ഈഗോ നിയന്ത്രണ വിധേയമാണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഈഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാഡ് ഈഗോസിനെ എടുക്കണ്ട. അവരവരുടേതായ ഈഗോ അല്ലെങ്കിൽ അവരുടെ അഹം എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി അകത്തെ നിങ്ങളുടേതായ അഹം നിയന്ത്രണ വിധേയമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് സിമ്പിൾ ആയിട്ട് ചോദ്യം. നിങ്ങൾക്ക് നിങ്ങളെ സാധിക്കുന്നുണ്ടോ? ഉത്തരം വരുന്നത് എപ്പോഴും ഞാൻ എന്നെ നിയന്ത്രിക്കുന്നു, ചിലപ്പോഴൊക്കെ നിയന്ത്രിക്കാറുണ്ട് എങ്കിൽ ബി, എപ്പോഴും ആണെങ്കിൽ എ, കുറച്ച് മാത്രമേ നിയന്ത്രിക്കാറുള്ളൂ എങ്കിൽ സി, എനിക്കെപ്പോഴും ഭയങ്കരമായി ഈഗോ ഉണ്ട് എന്നത് ബി. നിയന്ത്രണ വിധേയമല്ല, അങ്ങനെ ഈഗോസ്റ്റിക് എങ്കിൽ ബി. ചിലപ്പോൾ മാത്രമേ ഈഗോസ്റ്റിക് ആവുന്നുള്ളൂ എങ്കിൽ സി, ചില സമയത്ത് മാത്രം ഉണ്ടാവുന്നു എങ്കിൽ സി, എപ്പോഴും ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ എ, നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും എനിക്കത് വലിയ കെയർ ചെയ്യല്ല, ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല എങ്കിൽ നിങ്ങൾ എ ആണ്. ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ്. നാലാമത്തെ ചോദ്യം, നിങ്ങൾ പ്രകൃതിയുമായി സഹകരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരോട് കരുണയും സ്നേഹവും കാണിക്കാറുണ്ടോ? നിങ്ങൾ പ്രകൃതിയുമായി സഹകരിച്ച് ജീവിക്കാറുണ്ടോ അല്ലെങ്കിൽ
മറ്റുള്ളവരുടെ കരുണയും സ്നേഹവും കാണിക്കാറുണ്ടോ എന്നുള്ളതാണ് 4ാമത്തെ ചോദ്യം. അതിന് ഉത്തരം വരുന്നത് ഇങ്ങനെയാണ്: എപ്പോഴും ഞാൻ പ്രകൃതിയുമായി സഹകരിച്ചാണ് ജീവിക്കുന്നത്. ചിലപ്പോഴെങ്കിൽ എ, ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ബി, വളരെ കുറച്ച് സമയം മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ സി, ഒരിക്കലും ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല എന്നതാണെങ്കിൽ ഡി. അടുത്ത ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദവും സമാധാനവും സ്ഥിരമായി അനുഭവിക്കാറുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി ആനന്ദവും സമാധാനവും അനുഭവിക്കാറുണ്ടോ? എപ്പോഴും നിങ്ങൾ ആനന്ദമുള്ള ആളാണെങ്കിൽ എ, ചിലപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ ബി, വളരെ കുറച്ച് മാത്രമാണെങ്കിൽ സി, ഒരിക്കലും എനിക്കത് അറിയുന്നില്ല എങ്കിൽ ഡി. ഓരോന്നിനും സ്കോറിന്റെ പോയിന്റ് ഒന്നുകൂടി പറയാം. എ എങ്കിൽ 3 തൊട്ട് 3 പോയിന്റ് ആണ്, ബി എങ്കിൽ 2 പോയിന്റ് ആണ്, സി എങ്കിൽ 1 പോയിന്റ് ആണ്, ഡി ആണെങ്കിൽ 0 പോയിന്റ് ആണ്. ഇനി ഇതൊന്ന് കൂട്ടി നോക്കുക, എന്നിട്ട് നിങ്ങൾ പറയുക. കൂട്ടി നോക്കി നിങ്ങൾ പറയുക. ഇനി ഞാൻ ഇതിന്റെ സ്കോറിന്റെ നിലവാരം പറയാം. നിങ്ങൾ എല്ലാവരും നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ, ഒന്ന് മനസ്സിലാക്കാനുള്ളതാണ്. നിങ്ങൾക്ക് 12നും 15നും ഇടയിലാണ് സ്കോർ കിട്ടിയതെങ്കിൽ യു ആർ ഡീപ്ലി കണക്റ്റഡ് ടു ദ സ്പിരിച്വൽ ആൻഡ് എൻലൈറ്റ്മെന്റ് പാത്ത്. 12നും 15നും ഇടയിൽ സ്കോർ കിട്ടിയവരാരാളെ? 12, 15, 12. പതിമൂന്ന് ശരിക്കല്ല, 12, 15 കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? Anybody is there? 15, Prashant Kumar Madhavan. Okay. Anything to say, Jayashree? Jayashree analyze ചെയ്താണോ അറിയാതെ ആയതാണ്? Okay, fine. See. No, distracted from community frameworks. Nearly 14, but sometimes distracted from community where no, that is different issues. It won't be like this. Community ഒന്നും ഇതിനകത്തൊരു ഭാഗമേ ആവില്ല. ഓക്കെ, ഫൈൻ. സോ ഇത് എഴുതി വെച്ചോളൂ, നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞു, നിങ്ങളോട് സൈസ് പറഞ്ഞു. അതായത് 12നും 15നും ഇടയിലാണെങ്കിൽ യു ആർ ഡീപ്ലി കണക്റ്റഡ് ടു സ്പിരിച്വൽ ആൻഡ് എൻലൈറ്റ്മെന്റ് പാത്ത്. 8നും 11നും ഇടയിലാണെങ്കിൽ യു ആർ ഓൺ ദ സ്പിരിച്വൽ പാത്ത്, ബട്ട് ഇറ്റ്സ് ഒക്കേഷണൽ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യു ഷുഡ് ഫോക്കസ്ഡ്, യു ഷുഡ് പ്രാക്ടീസ് മോർ ഇൻ ടു ദാറ്റ്. 8നും 11നും ഇടയിലുള്ള പോയിന്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്പിരിച്വൽ പാത്തിലാണ്. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, കുറച്ചും കൂടി ശ്രമിക്കണം, കുറച്ചും കൂടി അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ്. അതായത് ഇപ്പോൾ 14 പറഞ്ഞ ഒരാൾ പറഞ്ഞ പോലെയാണ്, you have a good balance of spiritual practice, but there are times some external factors may disturb you in progress. Little more focus on strengthen your journey എന്ന് പറയും. അതായത് നിങ്ങൾ കൃത്യമായ പാതയിലാണ്, പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, എന്നിട്ട് പോകണം എന്നാണ് 8നും 11നും ഇടയിൽ കിട്ടിയാളോട് പറയാനുള്ളത്. 4നും 7നും 4 പോയിന്റിനും 4ഉം 7 പോയിന്റിനും ഇടയിൽ കിട്ടിയ ആൾക്കാർ you are exploring spirituality but haven't fully committed. നിങ്ങൾക്ക് സാധ്യതയുണ്ട്, സ്പിരിച്വാലിറ്റി കണക്ട് ചെയ്യുന്ന സാധ്യതകളുണ്ട്, പക്ഷെ നിങ്ങൾ ശ്രമം തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. 4നും 7നും ഇടയിൽ കിട്ടിയ ആൾക്കാർ. പിന്നെ 0 to 3 കിട്ടിയ ആളോട് പറയാനില്ലല്ലോ. 0 to 3 കിട്ടിയവരുണ്ട്, അവിടെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഉള്ളവരുണ്ടെങ്കിൽ ആ വാണിയുള്ളവർ ആരും ഇവിടെ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ അവരോട് ഇരിക്കില്ല. 3ന് താഴെ കിട്ടിയവരോട് ഇരിക്കില്ല. ഒരാളുണ്ടല്ലോ, ആരെങ്കിലും ഉണ്ടോ 3ന് താഴെ കിട്ടിയവര്? ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. കാരണം 3ന് താഴെ കിട്ടിയവർക്ക് ഇവിടെ ഈ നമ്മുടെ എനർജിയുമായി ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല. അവർ ഒരിക്കലും ഇതിലേക്ക് കയറി വരികയുമില്ല.
ആരും ഇല്ലല്ലോ, ഒരാളും ഇല്ല. ദാറ്റ്സ് ഗുഡ്. 11 ഇസ് ഓക്കെ, ഗുഡ്. യു ആർ ഓൺ റൈറ്റ് പാത്ത്. യു ഷുഡ് കീപ് ട്രൈ. 11 ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണമെന്നാണ്. 3 4 ആരും ഉണ്ടാവില്ല. ആരാണെങ്കിൽ ഈ ഇവിടെ നമ്മൾ എനർജിയുമായിട്ട് കണക്ട് ചെയ്തവർക്ക് ഈ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് ഇനി നമ്മുടെ പ്രധാനമായ മേഖലയിൽ കാര്യത്തിലേക്ക് പോകാൻ ഇത് നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്പിരിച്വൽ പ്രാക്ടീസ് എത്രത്തോളം ഉണ്ട് എന്ന്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, സ്പിരിച്വൽ പ്രാക്ടീസ് ഇസ് നോട്ട് റിലേറ്റഡ് ടു എനി റിലീജിയൻ പ്രാക്ടീസും സ്പിരിച്വൽ പ്രാക്ടീസ് അല്ല എന്നൊന്നും അഭിപ്രായം എനിക്കില്ല. അത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ. പക്ഷെ എത്ര പേര് റിലീജിയസ് പ്രാക്ടീസിന്റെ ഒറിജിനൽ വേർഷൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു എന്ന് ഒന്ന് ശ്രദ്ധിക്കണം. പലപ്പോഴും പലരും നിസ്കാരം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോവാറുണ്ട്. അത് വെറുതെ പോയി ഇങ്ങനെ വരുന്നതാണ്. അവിടെ പോയിട്ട് ദൈവമേ അവർ ഇന്നലെ എന്നോട് പറഞ്ഞതിന്, അല്ലെങ്കിൽ തമ്പുരാനെ മാതാവേ വിളക്ക് മെഴുകുതിരി കത്തിക്കുമ്പോൾ പറഞ്ഞ മാതാവേ അവന്റെ തലയിൽ ഇടുത്തി വീണ ഇന്നലെ അവൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്നെപ്പറ്റി അവൻ പറഞ്ഞത് എന്താണ്? അവന് ഒരിക്കലും 5 നേരം നിസ്കരിക്കുമ്പോഴും മുട്ടുകുത്തുമ്പോഴും ചിന്ത എങ്ങനെ അവരിന്നലെ എന്താണ് എന്നെ പറഞ്ഞത്, എങ്ങനെ പറഞ്ഞു, എന്തിനാ അങ്ങനെ പറഞ്ഞു എന്നുള്ള ചിന്തയിലും പരാതികൾ മാത്രമാണ് ദൈവത്തോട് പറയുന്നത് എന്ന് ഓർത്തു കഴിഞ്ഞാൽ അതല്ല സ്പിരിച്വൽ, അതല്ല യഥാർത്ഥ ഒരു മതവും പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് അറിയുക. അതിന് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവീക നമ്പറിലേക്ക് പോകാം അല്ലെ. ഏത് നമ്പറാണ് ആദ്യം പറയേണ്ടത്? പറഞ്ഞോളൂ. നമുക്ക് 2 നമ്പർ ബാക്കിയുണ്ട്. ബാക്കിയുള്ള നമ്പർ ഞാൻ ദിവസം പറഞ്ഞു. ഇനി 2 നമ്പർ ക്വിക്കായി പറഞ്ഞു. എവരിബഡി ഈസ് ദ സെയിം നമ്പർ. ഇറ്റ്സ് വണ്ടർഫുൾ. എനിക്ക് ഈ നമ്പർ പറഞ്ഞ ആളുടെ സ്കോറും കൂടി എന്ന് എഴുതണേ. ഒരാള് മാത്രം പറഞ്ഞു. അയ്യൂബ് ചെറിയ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത നമ്പർ ഒന്ന് എഴുതാവോ? 11. സോ യു ഡിസ് 11 ആണ്. അതിന്റെ അർത്ഥം നിങ്ങൾ ഭയങ്കരമായിട്ട് തീവ്രമായി അതിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലായത്? നിങ്ങൾക്ക് ആത്മീയതയിലേക്ക് പോകാൻ നിങ്ങൾ കൃത്യമായി ആഗ്രഹിക്കുന്നു. യു ആർ ഓൺ സ്പിരിച്വൽ പാത്ത്, ബട്ട് ഇറ്റ്സ് ഒക്കേഷണൽ ഡിസ്ട്രാക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ 7 ഇത്രയും പിടിച്ചു നിൽക്കുന്നത്. കാരണം നിങ്ങൾ കറക്റ്റ് പോകുന്നു. ഓക്കെ, നൗ ഐ ടെൽ അബൌട്ട് വാട്ട് ഈസ് 7 എന്ന് പറഞ്ഞാൽ 777 എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഇവിടെ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇത് ശ്രദ്ധിക്കണം. 7 ഇനി കാണും നിങ്ങൾക്ക്. 7 എന്ന് പറയുന്നത് the symbol of spiritual awakening, intuition and divine protection എന്നാണ് പറയുന്നത്. യെസ്, ഇത് കാണുന്നവർ യു ആർ സ്പിരിച്വലി കണക്റ്റഡ് ആണ്, സ്പിരിച്വലി അവേക്കൻ ആയ ആൾക്കാരാണ്, ഇൻഡ്യൂഷൻ നന്നായി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ള ആൾക്കാരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോ ഇനി ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്കോറും നിങ്ങളുടെ നിലവിലെ അവസ്ഥയുമായി കണക്ട് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയോ കിടക്കുന്ന ചില ബ്ലോക്കുകളെ മാറ്റി നിങ്ങൾ കറക്റ്റ് പാത്തിലേക്ക് എത്തണം എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയത്. ഇത്തരം ഒരു കാര്യം പറയാം, ഇത്തരം ടെസ്റ്റുകളൊക്കെ ഈ സെഷൻസിലേക്ക് കൊടുക്കാറേ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. വളരെ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോ അത് എന്താന്ന് വെച്ചാൽ അതിന്റെ ഒരു മെത്തേഡ് അങ്ങനെയാണ്. പക്ഷെ അത് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു റിക്വസ്റ്റ് കൂടിയിട്ട് ഞാൻ 2 ദിവസമായ റിക്വസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെങ്കിൽ എനിക്കത് പറ്റിയില്ല. അപ്പൊ ചിലപ്പോൾ അത് ഈ ദിവസം പറയാനായിരിക്കും മാറ്റിവെച്ചതെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ സ്പിരിച്വൽ 7 ഈ വാക്കിൽ നേരത്തെ പറയാം 11 സ്കോർ അല്ലെങ്കിൽ 10 മുകളിൽ സ്കോറുള്ള ആൾക്കാർ നിങ്ങൾക്ക് 7 കാണാൻ പറ്റും. അതിന് സാധ്യതയില്ലെങ്കിൽ ചെറിയ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. എലൻ, ഹൗ മച്ച് യുവർ സ്കോർ നൗ? ഫസ്റ്റ് കണ്ട സ്കോർ എത്രയായിരുന്നു എലൻജി? യെസ് വിജിൽ, ദാറ്റ്സ് കറക്റ്റ്. യെസ് 30. ഫൈൻ, വി ആർ ഓൺ ദ പാത്ത്. അപ്പോ ഒന്നാമത്തെ കറക്റ്റ് മനസ്സിലായല്ലോ. സിവിൽ 7 ഒന്നാമത്തെ സിമ്പിൾ ഓഫ് സ്പിരിച്വൽ അവേക്കിംഗ്, ഇൻഡ്യൂഷൻസ് ആൻഡ് ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നു. അപ്പോ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? യുവർ
ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ സൈക്കിൾ, ഈ ജന്മമാകുന്ന സൈക്കിൾ എൻഡിങ് സക്സസ്ഫുള്ളി എന്നാണ്. നമ്മുടെ എപ്പോഴും ഓരോ ജന്മങ്ങൾ ഉണ്ടാവും അല്ലെ, ഇങ്ങനെയാണല്ലോ പറയുന്നത്. സ്പിരിച്വാലിറ്റി അതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ എൻഡ് സക്സസ്ഫുൾ ആയി എൻഡ് ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്, എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്ന പാട്ടിൽ യു ആർ ഓൺ റൈറ്റ് പാത്ത്, സോ ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. നിങ്ങൾ കൃത്യമായ പാതയിലാണ് പോകുന്നത് എന്നുള്ള യൂണിവേഴ്സൽ മെസ്സേജ് ആണ് നിങ്ങൾ ഈ 7-7 കാണുന്നത്. ഇതെന്തിന് നമ്മളിവിടെ പഠിപ്പിക്കുന്നു ചോദിച്ചാൽ, എല്ലാവരുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം സ്പിരിച്വൽ പാത്തിലെത്തുക തന്നെയാണല്ലോ അല്ലെ. അതിന്റെ അവയർനെസ് ഉണ്ടാക്കുകയാണ് നമ്മൾ ഇതുപോലെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ 7-7 പഠിച്ച് ഇങ്ങനെ ഒരു ടെക്നിക്കൽ പഠിക്കുമ്പോൾ ഇത് നിങ്ങൾ മാനിഫെസ്റ്റേഷനുമായി ഡയറക്ട്ലി കണക്റ്റഡ് ചെയ്ത സാധനമാണ്. ഇത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, സോ യു ആർ ഏബിൾ ടു മാനിഫെസ്റ്റ് എനിത്തിങ് വാട്ട് യു ഡിസയർ. ഇത് വളരെ സത്യം. അതുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. കാരണം മാനിഫെസ്റ്റേഷൻ എനിക്ക് വർക്ക് ചെയ്യുന്നില്ല സാറേ, എനിക്ക് കിട്ടുന്നില്ല സാറേ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കാനാണ്. നിങ്ങൾ ഈ നമ്പറുകൾ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നു എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ വർക്ക് ചെയ്യുന്നുണ്ട്. അത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധനം വർക്ക് ചെയ്യും. അപ്പോൾ യു ആർ ഓൺ റൈറ്റ് പാത്ത്. പിന്നെ ഡിവൈൻ ഗൈഡൻസ്, ഓൾ ദി ഏഞ്ചൽസ് ആർ യുവർ ഏഞ്ചൽസ് ആർ സപ്പോർട്ടിങ് യു ഓൾവേസ്. നിങ്ങൾക്ക് ഒരു വിഷയം ഉണ്ടാവില്ല, ഒരു സംഭവം സംഭവിക്കില്ല. അവർ നിങ്ങളെ പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്തിരിക്കും. പ്രൊട്ടക്ട് ചെയ്യണം. യു ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദം ആണ്. പ്രൊട്ടക്ട് ചെയ്യാന്നല്ല, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയി കഴിഞ്ഞിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കാതെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, നിങ്ങൾ ഇൻഡ്യൂഷനെ ലിസൺ ചെയ്യാൻ അറിയാലോ, ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കാതെ പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് വിനയായി മാറും. സോ യു ഓൾവേസ് ട്രസ്റ്റ് യുവർ ഗട്ട് ഫീലിംഗ് എന്ന് പറയും. ഗട്ട് ഫീലിംഗിലാണ് ഇൻഡ്യൂഷൻ വരുന്നത്. എവിടെയാണ് ഗട്ട് എന്താ സംഭവിക്കുന്നത് അറിയാലോ? ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമുക്ക് ആദ്യം ആളുന്നത് എവിടെ നിന്നറിയും? അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. എല്ലാവർക്കും ആദ്യം നമ്മുടെ അടിവായിട്ട് ആളാളും. ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും വിഷയം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നോൺ വെജിറ്റേറിയൻ കഴിക്കരുത് എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. കാരണം നോൺ വെജ് നമ്മുടെ സ്റ്റൊമക്കിൽ കിടക്കുമ്പോൾ അവിടെ ഒരു ആളിയാലും നമുക്ക് പുറത്തോട്ടത് അറിയത്തില്ല. കാരണം അവിടെ അത്രയും സമയമുള്ള, അത്രയും സ്റ്റൊമക്കിൽ തീയാണ് എപ്പോഴും കത്തുന്നത് അല്ലെ. ദഹനാഗ്നി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നോൺ വെജിറ്റേറിയൻസ് ഇതാവാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഗട്ട് ഫീലിങ്സ് കൃത്യമായി നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സന്യാസിമാരൊക്കെ വളരെ മിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരെ ശരീരത്തെ നിലനിർത്തി മാത്രം ചെയ്യും. അവർക്ക് ഭയങ്കരമായി പവർ ഉണ്ടാവുകയും ചെയ്യുന്നത്, അപാര പവറായിരിക്കും അവർക്ക്. അത് ഈ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇൻഡ്യൂഷനിലെ ഓൾവേസ് യു ഷുഡ് റിമെമ്പർ ദിസ്. ഈ വേർഡ് എഴുതി വെച്ചോ, ട്രസ്റ്റ് യുവർ ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് മറക്കരുത്. വയറിനെ അത്രയും ശുദ്ധമായി നിർത്തുകയും അതിന്റെ ഫീലിങ്സ് മനസ്സിലാക്കുകയും വേണം എന്നുള്ളത്. ഇത്തരം ക്ലാസ്സുകൾ ഞാൻ പറയുന്നു, ഇങ്ങനെ കിട്ടുന്നത് വളരെ അപൂർവമായിരിക്കും. ഇറ്റ്സ് എ പോസിബിൾ ആൻഡ് എൻകറേജ് സൈൻ ടു ഓഫൺ സജഷൻ ദാറ്റ് യു ആർ അലൈൻഡ് വിത്ത് എ ഹയർ പർപ്പസ് എന്നുള്ളത്. നിങ്ങൾ ഹയർ കോൺഷ്യസ്നെസ്സുമായി എപ്പോഴും താതാത്മ്യപ്പെടാൻ, കണക്ട് ചെയ്തെടുക്കാൻ നിങ്ങൾ സദാ തയ്യാറാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി എന്താണ് 7-7 കണ്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം ഓട്ടോമാറ്റിക് ഇൻഡ്യൂഷനിൽ വരേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്കതിന് പ്രത്യേകിച്ച് കാണാനായിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല, ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് ഒന്ന് പറഞ്ഞു പോകണം. കാരണം അങ്ങനെ ഉണ്ടാകേണ്ട കാര്യമല്ല. കാണുന്നതായിരിക്കും. പിന്നെ വായിക്കട്ടെ മെസ്സേജ്. പക്ഷെ എന്നോട് ആരോടും പറഞ്ഞു വെച്ചിട്ട് ഇന്നലെ രാത്രി 12 മണിക്ക് ഞാൻ നോക്കുമ്പോൾ വല്ലാത്തൊരു സ്മെൽ റൂമിൽ പടർന്നു. ഉറക്കം തെളിഞ്ഞ് ഞാൻ മൊബൈൽ എടുത്തപ്പോൾ എന്റെ ഗാലറിയിൽ 3-4 തവണ 7-7 എന്ന നമ്പറിലുള്ള ചിത്രങ്ങൾ കയറി കിടക്കുന്നത് കണ്ടു.
Amazing. It's an amazing. That means you are some angels are. നിങ്ങൾ ഇതാരാ പറഞ്ഞത്? സിജി ആണോ പറഞ്ഞത്? സിജി ആണല്ലേ? സിജി ഇത് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വലിയൊരു സൈനാണ്. സിജി ലാസ്റ്റ് സംസാരിക്കാം കേട്ടോ. ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാം. കീപ് ഇറ്റ് അപ്പ്. ഇനി നമുക്ക് അടുത്ത ഒന്നും കൂടി അല്ലെ, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇനി ഒരു സംഖ്യ കൂടി നമുക്ക് അറിയണ്ടേ? എന്തുകൊണ്ടായിരിക്കാം ഞാൻ ഈ സംഖ്യ 2 മാറ്റിവെച്ചതെന്ന് എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. എന്ന് അന്ന് ഫുൾ പറയേണ്ടതായിരുന്നു. പക്ഷെ ഈ 2 സംഖ്യകൾ മാത്രം അന്ന് മാറ്റിവെച്ചിട്ട് പോയി. ഇത് 2ന്റെയും പർപ്പസ് ഒന്നായത് കൊണ്ടായിരിക്കാം അത് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് വേറെ നമ്പറും കൂടി അറിയണ്ടേ? നമ്പർ ടൈപ്പ് ചെയ്യൂ. യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ കമന്റുകൾ കൃത്യമായി രേഖപ്പെടുത്തണേ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, എന്താണ് കിട്ടിയത് എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. യെസ്, 777-9 പോവാം നമുക്കല്ലേ. 999 കൂടി പറയാം. 999. The number 999 is a powerful symbol of completion, transformation and spiritual awakening ആണ്. ഒരു ജേണിയുടെ കംപ്ലീഷൻ ആണ് 999. അതുപോലെ തന്നെ ഒരു ഷിഫ്റ്റിംഗ് ആണ്, ട്രാൻസ്ഫോർമേഷൻ ആണ് 999 എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഫിനിഷ് ആവും, അത് കംപ്ലീറ്റഡ് ആയി നിങ്ങളുടെ ലൈഫ് എങ്കിൽ നിങ്ങൾ 999 കണ്ടിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇനി അതിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് വരാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും പറയാണ് 40 വയസ്സ് എന്ന് പറയുന്നത് സാധാരണ അവസ്ഥയിൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ പോയിന്റ് ആണ്. 40 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് വരുന്നത് മറ്റൊരു കൗമാരമാണ് നമുക്ക് അവിടെ വരുന്നത്. പിന്നെയാണ് ജീവിതത്തെ ആസ്വദിക്കാൻ തുടങ്ങുന്നത്. ആഫ്റ്റർ 40 യു ആർ ഗെറ്റിംഗ് യങ്ങർ ആണ്. അതുവരെ കാണിച്ചതെല്ലാം മറന്ന് ജീവിതത്തെ ആസ്വദിക്കണം. അതാണ് ആ സമയത്താണ് നമ്മൾ ഇതൊക്കെ കാണുക. 999 കംപ്ലീഷൻ ആവും, ട്രാൻസ്ഫോർമേഷൻസ് സംഭവിക്കാൻ തുടങ്ങും. പിന്നെയാണ് സ്പിരിച്വൽ അവേക്കിംഗ് ഒക്കെ നടക്കുന്നത്. ഇതാണ് ആ കീ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൽ മെസ്സേജ് തരുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഗൈഡ്നെസ് ഓർ യുവർ ഹയർ സെൽഫുമായി നിങ്ങൾ കണക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. നമ്മൾ 7-7 കണ്ടത് നിങ്ങൾ കണക്റ്റഡ് ആയി എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു. കണക്ഷൻ ഇസ് കമ്മിങ് ടു യു. യൂണിവേഴ്സൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സൈക്കിളിന്റെ എൻഡാണ് അവിടെ ചെയ്യുന്നത്. എൻഡ് ഓഫ് യുവർ സൈക്കിൾ എന്ന് പറയുന്നു. ഇവിടെ എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ എൻഡ് ഓഫ് ദ സൈക്കിൾ ആകുമ്പോൾ നിങ്ങൾ അവിടെ ചില വിഷയങ്ങളിൽ ചെന്നുപെടും. ചില സമയത്ത് അറിയാലോ, നമ്മളെ ജ്യോതിഷത്തിൽ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ദശാസന്ധി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ 99 കണ്ടിട്ട് നെക്സ്റ്റ് ഓക്കെ ദാറ്റ് ഈസ് ഹാപ്പൻ, ദെൻ ന്യൂ ബിഗിനിങ് ആണ്, ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങൾ ഇതുവരെ പഠിച്ചതൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത് പിന്നെയാണ്. നിങ്ങൾ കുറെ ഇതൊക്കെ വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറെ ജോലി ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നും ഒരു വെൽത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പിന്നെയാണ് ഈ വെൽത്ത് ക്രിയേഷൻസോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ആ പോയിന്റിനെയാണ് നമ്മൾ 999 വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ യു ആർ ഓൺ എന്താ പറയാ അടുത്ത ട്രാൻസ്ഫോർമേഷൻ സ്റ്റൈലാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ഷുഡ് പ്രാക്ടീസ് ഓൺ ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത്. ലെറ്റിംഗ് ഗോ എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ? വിട്ടുകൊടുക്കാൻ എന്നാണോ നമുക്ക് തുടങ്ങേണ്ടത്? വിട്ടുകൊടുക്കാൻ ഈ പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. എല്ലാത്തിനെയും പിടിച്ചു വെക്കരുത്. എന്റെ മകൻ അങ്ങനെ ആയിരിക്കണം, എന്റെ മകൾ ഇങ്ങനെ ആയിരിക്കണം, എന്റെ മകന് ജോലിയില്ല, എന്റെ മകന് ജോലി വേണം, എന്റെ മകന്റെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, അതിനുള്ള മുഴുവൻ പൈസയും ഞാൻ ചെലവാക്കണം. ഇതൊന്നും ഈ പ്രാക്ടീസിനപ്പുറത്ത് ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലെറ്റിംഗ് ഗോ, നിങ്ങൾ വിട്ടുകൊടുക്കണം. അതെല്ലാം അതിന്റെ രീതിയിൽ നടന്നു പോകുമെന്ന് പ്രാക്ടീസ് ചെയ്യും. കാരണം പലപ്പോഴും നമ്മൾ പലരും കേൾക്കുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇതുമായിട്ട് അപ്പോൾ ലെറ്റിംഗ് ഗോ എന്നുള്ള വിഷയം, മറ്റുള്ളവരെ ഭരിക്കാനും അവരെ നന്നാക്കാനും നിർത്തണം അവിടെ വെച്ച്. നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ സമയമാണ്, നമ്മളാണ് ട്രാൻസ്ഫോർമേഷൻ ചെലവാക്കുന്നത്. അതാണ് നമ്മൾ ഈ നടത്തുന്ന ക്ലാസ്. എത്ര പേര് ഇവിടെ 999 കാണാറുണ്ട്? എത്ര പേര് ദേവ് പറഞ്ഞു 999 കാണാറുണ്ട്? എത്ര പേര് 999 കാണാറുണ്ട്? കണ്ടവരില്ലെങ്കിൽ ഇനി നാളെ ശ്രദ്ധിക്കുക, എന്നിട്ട് ചർച്ച ചെയ്യുക.
കാരണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യെസ് 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 കാണാറുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം യു ആർ ഗോയിങ് ഫോർ എ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾക്ക് സമയമായി, നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രവർത്തനത്തിന്റെ അടുത്ത തലങ്ങളിലേക്ക് കടന്നു പോകാൻ താല്പര്യമായി, സമയമായി എന്ന് മനസ്സിലാക്കണം. അവിടെ നിങ്ങൾ വിട്ടുകൊടുക്കൽ പ്രാക്ടീസ് തുടങ്ങണം. എല്ലാം പിടിച്ചു നിൽക്കുന്നത് വിട്ടുകൊടുക്കൽ പ്രാക്ടീസ്. മൂന്നാമത്തെ കാര്യം, ഇവിടെ വേറൊരു കാര്യം സന്ദേശം കൂടി നൽകുന്നു. ട്രസ്റ്റ് യുവർ പ്രോസസ് എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയാണ് എന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ഇത് എണ്ണപ്പാവുന്നത്. അപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് സന്ദേശം നൽകുന്നു. ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിനെ നിങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ പുതിയ ഒരു അധ്യായം കുറിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് മറ്റൊരു കാര്യം, ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിലോ പുതിയ എന്തെങ്കിലും പരിപാടി തുടങ്ങുന്നതൊക്കെ നിങ്ങൾക്ക് ഈ 999 ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പുതിയൊരു അധ്യായം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും കൂടി ഇതിനകത്ത് പറഞ്ഞു പോകാം. നമ്മൾ നേരത്തെ സബ്ജക്ട് അതാണല്ലോ പറഞ്ഞത്. അതിലത്ത് നമ്മൾ 999 കാണുമ്പോൾ അവേക്കിങ്ങിന്റെ സമയമായി, നിങ്ങൾ ഉദ്ധരിക്കാനുള്ള സമയമായി, നിങ്ങൾ പ്രവർത്തിക്കാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പാത ശരിയാണെന്ന് മനസ്സിലാക്കുക, അതിൽ തന്നെ തുടരുക. എന്ന് വെച്ചാൽ കള്ളു കുടിച്ചു പോകുന്നവൻ 999 കണ്ടിട്ട് ഇതാണ് എന്റെ ശരിയായ പാത എന്ന് പറഞ്ഞേക്കുന്നേ എന്നൊന്നും മറുപടി അറിയാൻ പറ്റില്ല എനിക്ക്. അതും ഇതുമായിട്ട് ബന്ധമില്ല കേട്ടോ. അതിന് കണ്ടുകൂടാന്നും ഇല്ല കേട്ടോ. കാണുകയും ചെയ്യും. കാരണം ലോകത്തുള്ളതാണ്, നമ്മൾ അതിനെയാണ് വെക്കുന്നത്. Yes, okay, very good, Manager. You started your journey. So embrace the changes. എപ്പോഴും മാറ്റത്തിന് തയ്യാറാവുക, മാറ്റം ശരിയായി നിൽക്കുക എന്ന് മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതുമായിട്ടുള്ള സന്ദേശം എന്ന് മാത്രം പറയുന്നുകൊണ്ട്. കാരണം ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ നിന്നു കഴിഞ്ഞാൽ ഒരു വർഷം പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം പറയാം, മാറാൻ പോകുന്ന ഒരു 3 കാര്യങ്ങൾ പറഞ്ഞു പോയി. ഈ 777-ഉം 999-ഉം കാണുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന 3 കാര്യങ്ങളെ പറഞ്ഞു പോകുക. അത് ആവശ്യമാണല്ലോ. 3 കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എസ് പറയും. ആഗ്രഹമുണ്ടെങ്കിൽ പറയും. 3 കാര്യങ്ങൾ നിങ്ങളിൽ മാറ്റം ഉണ്ടായിരിക്കും. നിങ്ങൾ സെൽഫായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, ഇത് കുറച്ചു പേർക്കേ വേണ്ടൂ, മറ്റുള്ളവർക്ക് വേണ്ടേ? വളരെ കുറച്ച് പേർക്കേ വേണ്ടു അല്ലെ? കമോൺ ടൈപ്പ്. യെസ്. ഒന്നാമത്തെ കാര്യം, ഇത് പറയുമ്പോ നിങ്ങളെല്ലാം കുറച്ചൊന്ന് നാണം കൊടുക്കും കേട്ടോ. ഇനിയും സാർ ഇതൊക്കെ പറഞ്ഞു അല്ലേ? എന്താണെന്ന് അറിയണം? നിങ്ങളുടെ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് വിൽ ബി ഫ്ലറിഷ്. നിങ്ങളുടെ സ്നേഹവും ബന്ധങ്ങളും നല്ലതായി മാറും. അതാണ് ലവ് ആൻഡ് റിലേഷൻഷിപ്പ് വിൽ ബി മോസ്റ്റ് റൊമാൻറ്റിക് കണക്ഷൻ. സോൾമേറ്റ്, യു വിൽ ഫൈൻഡ് യുവർ സോൾമേറ്റ്സ് എന്ന് പറയും. ഡീപ്പർ എന്താ പറയാ, സ്പിരിച്വാലിറ്റി ബോണ്ടായി മാറും നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇതൊന്നും വെറുതെ പറയുന്നിട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. എല്ലാവരും ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് അനുഭവമുള്ളതായിരിക്കും. സംഭവിക്കുക തന്നെ ചെയ്യും. റിലേഷൻഷിപ്പിൽ വല്ലാണ്ട് മാറ്റം. രണ്ടാമത്തെ കാര്യം, കരിയറിലും ഫൈനാൻസിലും നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകും. കരിയറിലും ഫൈനാൻഷ്യലി ആയിട്ടുള്ള ഗ്രോത്ത് സംഭവിക്കും. ഇറ്റ്സ് മേ ഇൻഡിക്കേറ്റ് ദ എൻഡ് ഓഫ് എ വൺ ചാപ്റ്റർ ആൻഡ് ബിഗിനിങ് വിത്ത് എ ന്യൂ വൺ ഓൺ യുവർ പ്രൊഫഷണൽ ലൈഫ്. പ്രൊഫഷണൽ ലൈഫിൽ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് സംഭവിക്കും. അവിടെ ഗ്രോത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. മൂന്നാമത്തേത്, ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സാധനം. നിങ്ങൾ പുതിയ ക്രിയേറ്റീവായ ഐഡിയകൾ കൊണ്ടുവരും, ക്രിയേറ്റീവായി കൊണ്ടുവരും. അവനെ പിന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ കൂടുതൽ സാധിക്കും. ഇത് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ അത് കൂടുതൽ വരും. അവിടെ നമ്മൾ നമ്മളെ തന്നെ കുറച്ചും കൂടി ഓതന്റിക് ആയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മളെ പറ്റി എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. അതുവരെ ചില തക്കടതരിയുടെ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പിച്ച ആൾക്കാർ പിന്നെ അത് പറയില്ല. ഇതൊക്കെ ഫാമിലിയിൽ ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഫാമിലി റിലേഷൻഷിപ്പിൽ ഇത് ശരിക്കും ടെസ്റ്റ് ആവുന്നതാണ്. മറ്റിടത്തില്ല എന്നല്ല, മറ്റെല്ലായിടത്തും ഉണ്ടാവും. ഇത്രയും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കാര്യം സുന്ദരമായി എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കട്ടെ. കരിയർ ആൻഡ് ഫൈനാൻസിലെ മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കാരണം ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ കൂടി നമുക്ക് പോകാം. അടിപൊളിയായുള്ള ദിവസമായി മാറുമെന്ന്. നാളെ തിങ്കളാഴ്ച ഒരു പുതിയ തുടക്കം. ഞാൻ പറയാൻ വന്നൊരു കാര്യം, എനിക്ക് നിങ്ങൾ ചെറിയൊരു സഹായം വേണം. നമ്മുടെ സൂമിന്റെ റിന്യൂവൽ സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എല്ലാ പ്രാവശ്യം കൊടുക്കുന്നതാണ്, എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ നൽകുമ്പോഴാണ് അത് നിങ്ങളിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ എന്തെങ്കിലും നൽകുമ്പോൾ കിട്ടുന്നതാണ്, പാരിതോഷികമായി കിട്ടുന്നതാകുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ നന്നാവുക. അതാണ് സ്പിരിച്വൽ പാത്തിന്റെ ശരിയായ പാത്ത്, സ്പിരിച്വാലിറ്റി. അത് ദക്ഷിണ എന്ന് പറയുന്ന പോലെ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാവുക, അതിൽ അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് എനിക്ക് നിങ്ങളൊരു ചെറിയ, എനിക്ക് നല്ല ഇതിലേക്ക്, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഇതിനെ കൂടുതലായിട്ട് നിലനിർത്തിക്കൊണ്ടായിട്ട് നിങ്ങൾ ചെറിയ തുക സംഭാവനയായി നൽകണം. അത് ഒരിക്കലും 101 രൂപയിൽ കൂടരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൂടി എനിക്കുണ്ട്. കാരണം അത് മതി, അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അത് മാത്രമേ ഇരിക്കുന്ന തുക വലുതായിട്ടൊന്നും ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നുമില്ല. എല്ലാവരും പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ഒരു 101 രൂപ ഇതിലേക്ക് അയക്കുക. എൻ്റെ ഇതിൽ നിന്ന് അയച്ചാൽ മതി 7511107924 എന്ന നമ്പറിലേക്ക്. കാരണം നാളെയാണ് നാളെയല്ല, 30-ാം തീയതിയാണ് നമ്മുടെ ഈ നിലവിലെ സൂം എൻഡ് ആകുന്നത്. അപ്പൊ 500 പേരുടെ സൂം എന്ന് ഞാൻ വാങ്ങിച്ചിരുന്നു. പക്ഷെ എൻ്റെ 1 ഇയറിലേക്ക് അത് വാങ്ങിക്കണം എന്നുള്ളത് കൊണ്ട് 500 പേര് നമുക്ക് മാക്സിമം പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സമർപ്പിക്കുകയാണ്. നമ്പർ 1 അയച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ അയച്ചത് അല്ലേ, 7510. പറ്റുന്നവർ മാത്രം മതി. ഒരു രീതിയിലും ആരോടും ഒരു രീതിയിൽ നിർബന്ധമില്ല. നിങ്ങളുടെ മനസ്സ് അതിനു വേണ്ടി 10 രൂപ ഇട്ടോളൂ, 11 രൂപ ഇട്ടോളൂ, 11 ഇട്ടോളൂ, 51 ഇട്ടോളൂ, എങ്ങനെയായാലും കിട്ടും, ഒരു വിഷയമില്ല. നിങ്ങളുടെ ജസ്റ്റ് ഒരു ഹാപ്പിനെസ് മാത്രമാണ്. അപ്പോൾ നിങ്ങളും ഇതിന്റെ ഭാഗമായി മാറി. നിങ്ങൾ വെറുതെ വരിക എന്നുള്ള തോന്നൽ ആർക്കും ഉണ്ടാവില്ല. ഐ ഡോണ്ട് വോണ്ട് ടു പേ യു മോർ ആൻഡ് ഗെറ്റ് ഇറ്റ്. നമ്മളിത് 365 ഡേയ്സും കണ്ടിന്യൂ ചെയ്യും, ഒരു ഡൗട്ടുമില്ല. അത് എല്ലാ ദിവസവും പോകും എന്നുള്ളത്. താങ്ക് യു. ഇനി നമുക്കൊരു മെഡിറ്റേഷൻ പോവാം. എല്ലാവരും തയ്യാറാവുക. 2 more minutes ചെയ്യുക. 199. Yes, again the same thing. Universe saying that 99,999 ഇവിടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് 199 കാണിച്ചിരിക്കുന്നു. നോ പ്രോബ്ലം. നിങ്ങൾ ഇല്ലാത്തവർ ഒന്നും ചെയ്യണ്ട. സലീം, ഡോൺ വറി. നമ്മുടെ മനസ്സുകൊണ്ടുള്ള ആ സമർപ്പണം നടത്തിയാൽ മതി. നോ ഇഷ്യൂസ്. ആരും അതിനു വേണ്ടി ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. ഫൈൻ. ഓക്കെ, മെഡിറ്റേഷനിലേക്ക് പോവാം. എല്ലാവരും റെഡിയാവുക. ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ. ഓക്കെ, ഇന്നലെ തന്ന മെഡിറ്റേഷൻ തന്നെ യൂസർ ഹാൻഡ് റൈസ് ചെയ്തത് എന്താണ് പറയാനുണ്ടോ? യൂസർ അൺമ്യൂട്ട് ചെയ്തോളൂ. സർ പറഞ്ഞത് ഞാൻ കേട്ടില്ല ശരിക്കും, അത് ക്ലിയർ ആയില്ല. ക്യാഷിന്റെ കാര്യം പറഞ്ഞ എന്തായിരുന്നു? എത്ര രൂപ എന്നാ പറഞ്ഞത് സാർ? നിങ്ങളുടെ പേരെന്താ? ബീന. യൂസർ എഴുതിയപ്പോ ബീന മനസ്സിലായില്ല. ബീന, അത് അവിടുന്ന് അയക്കാൻ പറ്റില്ല. 101 രൂപ, മാക്സിമം 101 രൂപ എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ല. നോ പ്രോബ്ലം. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതിന് പറ്റുമ്പോ എപ്പോഴും ചെയ്ത് ആരും ഹറി ചെയ്യണ്ട. അങ്ങനെ ഒരു വിഷയമേ ഇല്ല. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് എല്ലാവരും കണ്ണടച്ച് ഇന്നലെ തന്നെ മെഡിറ്റേഷൻ തന്നെ സെയിം തന്നെ പോലെ. താങ്ക് യു. അയച്ചവർക്ക് എല്ലാവർക്കും നന്ദി. ഇന്നലെ തന്നെ അത് നല്ലതായിരുന്നല്ലോ അല്ലേ? അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങിക്കൂടെ? ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ ആണെങ്കിൽ ഇന്നലത്തെ ഓക്കെ ആണോ, വേറെ വേണോ? ഓക്കെ, ഫൈൻ. നമുക്ക് പോവാം. ഇത് ശബ്ദം ഉണ്ടാകും.
മെഡിറ്റേഷനിൽ പോവാണ്. എല്ലാവരും കണ്ണടച്ചിരിക്കുക. ഇടത് കൈ ചിന്മുദ്രയിൽ പിടിക്കുക. ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് മറ്റ് വിരലുകൾ നിവർത്തി മുട്ടിൽ മലർത്തി വയ്ക്കുക കൈകൾ. ഞാനിരിക്കുന്ന ഈ സ്ഥലവും അന്തരീക്ഷവും നല്ല കമ്പനങ്ങൾ കൊണ്ട് നിറയട്ടെ. കോസ്മിക് എനർജി, ദൈവീക ശക്തി ഞങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ഒരു ഗോൾഡൻ യെല്ലോ കളറിൽ ഒരു ദൈവീക ശക്തി ശിരസിലൂടെ വന്ന് ശരീരം മുഴുവൻ 1.5-2 അടി ചുറ്റളവിലായി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുക. ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ള ഹീലിംഗ് എനർജിയാണത്. ഗോൾഡൻ യെല്ലോ കളറിൽ നമ്മളിൽ നിറയുന്നതായിട്ട് കാണുക. അതിന് ചുറ്റുമായി പിങ്ക് കളറിലുള്ള ഒരു കവറിങ് എനർജി കാണുക. പോസിറ്റീവായതിനെ മാത്രം കടത്തിവിടുന്ന, എല്ലാ നെഗറ്റീവ്സിനെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്ത് പുറത്തേക്ക് കളയുന്ന പിങ്ക് കളറിലുള്ള ഒരു എനർജി കൊണ്ട് ഇത് പൊതിയുന്നതായിട്ട് കാണുക. അതിനുള്ളിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ പ്രയറായി നമ്മൾ നിറയ്ക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥനകൾ, സ്വർഗസ്ഥനായ പിതാവും ഖുർആനിലെ ഹദീസുകളും, അല്ലെങ്കിൽ ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതെ ഞങ്ങളെ എന്ന പ്രാർത്ഥനയും, അല്ലെങ്കിൽ ദൈവിക മഹാശക്തി പകലും രാത്രിയിലും എല്ലാ സ്ഥലത്തും എല്ലാ പ്രവൃത്തികളിലും എല്ലാ സമയത്തും ഒറ്റ തുണയായും വഴികാട്ടിയായും സന്മാർഗദർശിയായും ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോ ഗായത്രിയോ നിങ്ങൾ നിറയ്ക്കുക. അമ്മേ ഇടതുവശത്തായി കണ്ട അമ്മയുടെ കാലിൽ തൊട്ട് തൊഴുക. വലതുവശത്തായി അച്ഛനെ കണ്ട അച്ഛൻ്റെ കാലിൽ തൊട്ട് തൊഴുക. നേർമുമ്പിലായി ഗുരുവിനെ കണ്ട് പാദ നമസ്കാരം നടത്തുക. നാസികാമുദ്രയിൽ മൂക്കിൽ പിടിക്കുക. അതായത് ചൂണ്ടുവിരലും നടുവിരലും മുടക്കി തള്ളവിരലും മോതിരവിരലും കൊണ്ട് മൂക്കയിൽ പിടിക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക 5 പ്രാവശ്യം എണ്ണി. വലത് മൂക്കിലൂടെ 5 പ്രാവശ്യം എണ്ണി ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും വലത് മൂക്കിലൂടെ എടുക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നിങ്ങളുടെ ഇടത് കൈയിൽ വലത് കൈ വയ്ക്കുക. ധ്യാന മുദ്രയിലിരിക്കുക. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് നട്ടലിൻ്റെ താഴെ നിന്നൊരു എനർജി ഉയർന്നു വരുന്നതായി കണ്ട് ശ്വാസം എടുക്കുക. നിങ്ങളുടെ ഉച്ചയിലെത്തി കഴിഞ്ഞിട്ട് ആ എനർജി ഒരു ജലധാര പോലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ പുറമേ തളിച്ച് തളിച്ച് പടർന്ന് 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 കൈയുടെ വെള്ള വരെയും കാലിൻ്റെ വെള്ള വരെയും എത്തുന്നതായി കാണുക. വീണ്ടും നിങ്ങൾ അതേപോലെ ചെയ്യുക. നമ്മുടെ ശരീരത്തോടെ എനർജി ഇങ്ങനെ തളിച്ച് 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 ശരീരം മുഴുവൻ പടരുന്നതായി കാണുക. ആ എനർജി കൈയുടെ വെള്ള വരെയും കാലിൻ്റെ വെള്ള വരെയും. ഓഗ്മെൻറ്റേഷൻ ഓഫ് പ്രാണയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. എല്ലായിടത്തും തടസ്സമില്ലാതെ എല്ലായിടത്തും പ്രാണശക്തി എത്തിക്കുകയാണ്. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങൾ ശ്വാസം എടുക്കുക.
ദീർഘമായി ശ്വാസം എടുക്കുക. ആ എനർജി ഉയർന്ന ഉച്ചയിലെത്തി ശരീരം മുഴുവൻ തളിച്ച് 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 വീഴുന്നു. വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കുക. ആ എനർജി ജലം പോലെ പ്രാണൻ എങ്ങും തടസ്സമില്ലാതെ ബ്ലോക്കില്ലാതെ സമസ്ത ഭാഗങ്ങളിലൂടെയും കോശങ്ങളിലൂടെയും ഒരേപോലെ കൈയുടെ വെള്ളവരെയും കാലിൻ്റെ വെള്ളവരെയും എത്തുന്നതായിട്ട് കാണുക. വീണ്ടും പ്രാണായാമം തുടരുക. സ്വന്തം നിലയിൽ ചെയ്യുമ്പോൾ കൂടുതൽ സമയമെടുത്ത് ചെയ്യുക. നാം നമ്മളുടെ സ്കിന്നിൽ ശ്രദ്ധിക്കുക. എല്ലാ ഇന്ദ്രിയങ്ങളിലുമുള്ള ആദിമ ഇന്ദ്രിയം ത്വക്കിലേക്ക് ശ്രദ്ധിക്കുക. ശരീരത്തെ വസ്ത്രം ടച്ച് ചെയ്തിരിക്കുന്നതും നഗ്നമായ ശരീരഭാഗങ്ങളിൽ മുഖത്തും കൈകളിലൊക്കെ കാറ്റ് വന്ന് തട്ടുന്നതും എല്ലാം നിങ്ങൾ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്സിനെ പറ്റി പറഞ്ഞത് ഓർക്കുക. തികച്ച് നിങ്ങളിവിടെ തന്നെ ഇരിക്കുക. തുടരുക. തന്നെത്താൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേ സമയമെടുക്കുക. മെഡിറ്റേഷൻ ക്ലോസ് ചെയ്യുന്നു. ധ്യാനാർജിത ദൈവിക മഹാശക്തിയുടെ കരുണ കൊണ്ട് എനിക്ക് നല്ല ആരോഗ്യം, ദീർഘായുസ്, സാമ്പത്തിക സമൃദ്ധി, സമാധാനം, സന്തോഷം, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഓട്ടോ സജഷൻ കൊടുക്കുക. നിങ്ങളുടെ 5 പ്രൈം ഗോൾ അത് കാണുക. നമ്മുടെ ഓർഗാനിക് സ്പിരിച്വാലിറ്റിയിലെ ആ സെൽഫ് ഇംപ്രഗ്നേഷൻ, സീഡിലിംഗ്, സോവിങ് നടത്തുക. ഇനിയാണ് നമ്മൾ ലീവ് ഫോർ നെയ്ബർ, അയൽപ്പക്കത്തായം മറ്റുള്ളവരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ആദ്യം ലൈഫ് പാർട്ട്ണറെ ബ്ലെസ് ചെയ്യുക. അവർക്ക് നന്മയുണ്ടാകട്ടെ എന്ന് പറയാം. അവരെങ്ങനെയായിരിക്കണമോ അങ്ങനെ ഭാവനയിൽ കാണുക, വിഷ്വലൈസ് ചെയ്യുക. അവരിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഡസ്റ്റ് ഇടുന്നതായിട്ട് കാണുക. നന്ദി, നന്ദി, നന്ദി എന്ന് പറയുക. കുട്ടികളെ ഓരോരുത്തരെയും കണ്ട് ബ്ലെസ് ചെയ്യുക, അനുഗ്രഹിക്കുക. അവരുമായിട്ട് ലൈവ് ലിങ്ക് ഉണ്ടാക്കുക. അവരിൽ നമ്മൾ സീഡിലിങ് നടത്തുകയാണ്. അവരെങ്ങനെയായിരിക്കണമോ എന്ന് വിഷ്വലൈസ് ചെയ്യുക. ഏത് രീതിയിലായി മാറണം. നന്ദി, നന്ദി, നന്ദി എന്ന് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിന് പറയുക. സഹോദരീ സഹോദരങ്ങളെ മനസ്സിൽ കാണുക.
ഇതേ പ്രോസസ്സ് ചെയ്യുക. ബന്ധുക്കളെ മുഴുവൻ കാണുക. അതേ പ്രോസസ്സ് ചെയ്യുക. നെയ്ബേഴ്സിനെ കാണുക. അതേ പ്രോസസ്സ് ചെയ്യുക. നിങ്ങളുടെ പ്രവർത്തന മേഖലയിലുള്ളവരെ, മേലുദ്യോഗസ്ഥരെ, കീഴുദ്യോഗസ്ഥരെ, സഹപ്രവർത്തകർ, കസ്റ്റമേഴ്സ്, ക്ലയൻസ്, കൗൺസിലേഴ്സ് എല്ലാവരെയും കാണുക. ബ്ലസ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. ഇവിടെയുള്ള നന്മ കാംക്ഷിക്കുന്ന എല്ലാ രാഷ്ട്രീയ മത നേതാക്കന്മാരെയും മനസ്സിൽ കാണുക. അവരെങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുക. താങ്ക്സ് പറയുക. യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്. All world may enjoy peace, prosperity and wisdom. All people may enjoy peace, prosperity and wisdom. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ കൂട്ടിത്തിരുമ്മി ആ ചൂട് കണ്ണിലേക്കും മുഖത്തേക്കും കവിളിലേക്കും വയ്ക്കുക, കഴുത്തിലേക്കും. സാവധാനം കണ്ണു തുറന്ന്, സാവധാനം കണ്ണു തുറക്കാവൂ. എന്നിട്ട് ലോകത്തിലേക്ക് വരിക. Thank you all. Thank you. Have a blessed day. എല്ലാവരും പോയി കിടന്നുറങ്ങാം. രാവിലെ നമുക്ക് മെഡിറ്റേഷൻ സെഷനിലേക്ക് വീണ്ടും പോകാം. സ്വസ്ഥമായി സന്തോഷത്തോടെ സമാധാനത്തോടെ പോയി ഉറങ്ങുക. 10:30 മണിയായി.